കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് തൊഴാനായിട്ട് പോകണം. എല്ലാവരും വരൂ കേട്ടോ ഗുരുവായൂരപ്പനെ കാണാൻ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണെന്ന് ഭഗവാൻ നമ്മളെ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നത് നോക്കണ്ടേ. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്. രാവിലെ നിർമാല്യം മുതൽ ഒരുപാട് സമയം സോപാനം വഴിയായിരുന്നു. തിരക്കേ ഇല്ല, വളരെ തിരക്ക് കുറഞ്ഞ സമയം. ആകെ ഒരു 5 മണിക്ക് മാത്രം കുറച്ച് 5 മണി എതിരേറ്റ് പൂജ കഴിഞ്ഞ് കുറച്ച് നേരം മാത്രം ഒന്ന് ഏകാന്താക്കി. അതിന് പിന്നെ 9 മണി വരെയും ശരിക്കും ഇതായിരുന്നു. 9 മണിക്ക് ശേഷവും ഒരുപാട് സമയം വരെ ഇന്ന് എല്ലാ ഭക്തർക്കും വളരെ സംതൃപ്തിയോടെ ഗുരുവായൂരപ്പൻ്റെ സോപാനപ്പടിയിൽ നിന്നിട്ട് ഇങ്ങനെ തൊഴാൻ പറ്റിയ, സോപാനത്തിൽ കൂടെ നിന്ന് തൊഴാൻ പറ്റിയ ഒരവസ്ഥയായിരുന്നു. ഭഗവാന്റെ ആ ബാലഗോപാല രൂപമൊക്കെ ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ ഭഗവാന്റെ രൂപമൊക്കെ കണ്ട് സുഖമായിട്ടുള്ള ദർശനമായിരുന്നു. അപ്പോൾ ഇന്ന് വളരെ മഴയുടെയൊക്കെ കാഠിന്യം മൂലമായിരിക്കാം, സാധാരണ ശനിയാഴ്ചയൊക്കെ നല്ല തിരക്കുണ്ടാവുന്നതാണ്. ഇന്ന് തിരക്ക് കുറവായിരുന്നു. നമുക്കെന്തായാലും തൊഴാനായിട്ട് പോവാം. കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്നിട്ട് അവിടെ മഞ്ജുളാലിനെ ഒന്ന് തൊഴാം, മഞ്ജുളാദേവിയെ ഒന്ന് സ്മരിക്കാം, വെങ്കല പ്രതിമ ഗരുഡൻ്റെ ഒന്ന് കണ്ട് തൊഴാം. അതിനുശേഷം നമ്മളിങ്ങനെ തീയരമ്പലത്തിൻ്റെ അവിടെ വന്ന് അതൊന്ന് തൊഴുതു. അങ്ങനെ വരുമ്പോൾ നേരെ മേൽപ്പത്തൂരിൻ്റെ അവിടെ വന്ന് അത്തിമര ഗണപതിയെ ഒന്ന് തൊഴാനായിട്ട് പോവാം. അവിടെ പോയാലോ അവിടെയൊന്നും തിരക്കില്ല, സുഖമായിട്ടുള്ള ദർശനമാണ്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ പോയി തൊഴുത് ഇനി ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പോവാം. അകത്തേക്ക് ഇങ്ങനെ പോരുമ്പോൾ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ സുഖമാണ്. അങ്ങനെ ആ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ അകത്തേക്ക് ഇങ്ങനെ നോക്കുക. ഭഗവാന്റെ ആ പ്രസാദം നമുക്ക് കാണാൻ കഴിയും. തിരുമുഖ ദർശനം നന്നായിട്ട് കാണാൻ കഴിയും. അങ്ങനെ ഇടതുവശത്തുള്ള മേൽപ്പത്തൂരിനെ ഒന്ന് കണ്ട് സ്മരിച്ചു. വലതുവശത്തുള്ള തൂണൊന്ന് നോക്കി തൊഴുതു. നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കി തൊഴുതു. പിന്നെ ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ശ്രീലകത്ത് ആ ദീപപ്രഭയിൽ ഇങ്ങനെ നമ്മുടെ പൊന്നുണ്ണി ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഇന്ന് മുട്ട് കുത്തിയിട്ട് വെണ്ണ അങ്ങനെ കഴിക്കുന്ന പൊന്നുണ്ണിയായിട്ടാണ്. വലത്തെ കയ്യിൽ കാൽപാദങ്ങൾ കാണാനുണ്ട്, കാൽവളകൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ മുട്ട് കുത്തിയിട്ട് നിൽക്കുന്നു. അങ്ങനെ മുന്നിലൊരു വെണ്ണക്കുട ഉണ്ട്. അതിന്ന് ഇങ്ങനെ വെണ്ണ വാരിയിട്ട് ഇങ്ങനെ വായിലോട്ട് വെച്ച് കഴിക്കുകയാണ്. വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ വാരി കഴിക്കുക. എന്തൊരു രസം, എന്തൊരു കൗതുക. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടോ. ചാർത്ത് വളരെ മനോഹരം. ആ ചെറിയ ഉണ്ണി കണ്ണൻ ഒരു 3 വയസ്സോ 2-3 വയസ്സിൻ്റെ അത്രയേ ഉള്ളൂ. ചെറിയ ഉണ്ണിയാണ്. നല്ല രസമായിട്ടുള്ള കാഴ്ച. കഴുത്തിലൊരു പതക്കം പോലത്തെ മാലയുണ്ട്, ഒരു മണിമാലയുണ്ട്. പിന്നെ ഉള്ളത് ഗോപി തിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ 2 ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. കൈവളകൾ ചാർത്തിയിട്ടുണ്ട്. ഒരു കൈ ഇങ്ങനെ നിലത്ത് കുത്തിയിട്ടുമുണ്ട്. ഇടത്തെ കൈ നിലത്ത് കുത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിൽ വെണ്ണക്കലത്തുനിന്ന് വെണ്ണ വാരിയിട്ട് ഇങ്ങനെ വായിലോട്ട് പോക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ കുറേ ഷീറ്റ് ചാടി പോകുന്ന പോലെ ഇങ്ങനെ കാണാനുണ്ട്. നല്ല രസമായിട്ടുള്ള ചാർത്ത്. പിന്നെ തിരുമുടിമാലകൾ കാണാണ്ട്. പീലി തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. പീലി കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അതേപോലെ തിരുമുടിമാല തെച്ചിയും തുളസിയാണ്. പിന്നെ വെളുത്ത പൂവും തുളസിയായിട്ടുള്ളത്, അങ്ങനെ 2 എണ്ണം. അതേപോലെ ഉണ്ടമാലകൾ 2 വലിയ ഉണ്ടമാലകളുണ്ട്. തെച്ചിയും തുളസിയും വെളുത്ത പൂവും, തെച്ചിയും തുളസിയും താമരയുണ്ട് കൊണ്ട് അങ്ങനത്തെ ഒരു മാല. അങ്ങനെ 2 വലിയ ഉണ്ടമാലകളും അങ്ങനെ കാണാനുള്ളത്. അങ്ങനെ നോക്കിയിട്ട് നമ്മളിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് ആ സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണ്. എല്ലാവരും കണ്ടോളൂ കേട്ടോ. ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുതോളൂ. അങ്ങനെ തൊഴുത് നമ്മൾ നോക്കി ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കി തൊഴുകയാണ്. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തി തന്നെയാണ്. മേൽശാന്തി കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാടാണ്.
അതുപോലെ ഇന്നത്തെ കളഭാലങ്കാരം, മനോഹരമായ കളഭാലങ്കാരം ചെയ്തിരിക്കുന്നത് പഴയം സതീശോദിക്കനാണ്. വളരെ നന്നായിട്ടുള്ള അലങ്കാരമാണ്. എല്ലാവരും കണ്ട് തൊഴുതോളൂ. അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇറങ്ങുകയാണ്. അവിടെ നിന്ന് ഇറങ്ങി സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അഗ്നികോണിലേക്ക് നോക്കി തൊഴുകയാണ്. നല്ല ആ ഒരു കാഴ്ചയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ എല്ലാ പൂജയും കാണാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. നിർമാല്യം കണ്ടു. രാവിലെ തന്നെയുള്ള 3:10 വരെ നിർമാല്യം. ആദ്യത്തെ അഴിക്കാനൊക്കെ 3:10 ഇപ്പോൾ സമയം. 3:10 വരെയൊക്കെ 10 മിനിറ്റ് നിർമാല്യ ദർശനം കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് ശംഖാഭിഷേകം, തൈലാഭിഷേകം, അത് കഴിഞ്ഞ് വാകച്ചാർത്ത് കഴിഞ്ഞിട്ട് ശംഖാഭിഷേകം ഒക്കെ അങ്ങനെ കണ്ടു. അതിനുശേഷം മലർ നിവേദ്യമൊക്കെ കണ്ടു. എല്ലാം കാണാൻ പറ്റുന്ന ഒരവസ്ഥയായിരുന്നു ഇന്ന്. അതുകൊണ്ട് നല്ല മനസ്സിന് സന്തോഷമുള്ള ദിവസമാണ്. അങ്ങനെ അതൊക്കെ കണ്ട് തൊഴുത് ഓരോ മാലകളും ചാർത്തിയിട്ട് വെളുത്ത പട്ടൊക്കെ, വെളുത്ത മുണ്ടില്ലേ, അത് ആണ് ഇന്ന് രാവിലത്തെ ബാലഗോപാലൻ്റെ വേഷത്തിന് ഉണ്ടായിരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. എല്ലാം കാണാൻ പറ്റി. സോപാനപ്പടി കൂടെ തന്നെയാണ് എല്ലാവരും വിട്ടിരുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് അഗ്നികോണിലേക്ക് നോക്കി തൊഴുതു. തിടപ്പള്ളി നോക്കിയിട്ട് തൊഴുതു. പിന്നീട് നമ്മൾ തിരിഞ്ഞു നിന്നിട്ട് ആ ചുമരിൻ്റെ മുകളിലുള്ള ആലിലെ കണ്ണനെ കണ്ട് തൊഴുക. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ സപ്തമാതാക്കളെ കണ്ട് തൊഴുക. സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ഗണേശൻ്റെ അവിടെ വരിക. ഗണേശൻ്റെ അവിടെ വന്നിട്ട് ഗണേശനെ കാണുകയാണ്. അവിടെയും ആ ചന്ദന ചാർത്തായിട്ട് നന്നായിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള അലങ്കാരം. സ്വർണത്തിൻ്റെ വലിയ പൊട്ട്, വീതിപ്പൊട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കൊമ്പും തുമ്പി കൈയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. ധാരാളം മാലകളുണ്ട്. തുളസിമാലയൊക്കെ അണിഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കിയാൽ കടാവിളക്ക് കത്തിക്കുന്നുണ്ട്. സരസ്വതീനെ പ്രാർത്ഥിക്കുക. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അവിടെ നിന്ന് 3 മാലകളുണ്ട്. തെച്ചിയുടെ മാലയുണ്ട്, തുളസിയുടെ മാലയും കൂടി ഉണ്ട്. അതേപോലെ വെളുത്ത പൂവിൻ്റെയും താമരപ്പൂവിൻ്റെ ചെറിയ മുട്ടും അങ്ങനെയൊക്കെ ആയിട്ടുള്ള മാലകളുണ്ട്. പിന്നെ അവിടുന്ന് ഇങ്ങനെ ഗണേശൻ്റെ ചെറിയ ഗണേശനെ കാണാൻ കോർണറിൽ അവിടെയും മാലകളുണ്ട്. ഇന്നിപ്പോൾ എല്ലായിടത്തും മാലകൾ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. തുളസി മാലയും അതേപോലെ ആ ചെറിയ പൂക്കളുള്ള മാലയൊക്കെ ആയിട്ട് ഇങ്ങനെ അണിഞ്ഞിട്ടുണ്ട്. ആ ഗണേശനെ തൊട്ട് തലോടിയിട്ട് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള ആ കാഴ്ചകളൊക്കെ കാണാൻ, രൂപങ്ങളൊക്കെ കണ്ട് തൊഴാം. പിന്നീട് മേൽശാന്തിര അവിടെ വന്നിട്ട് പഴയ സതീശോദിക്കൻ്റെ അടുത്തുനിന്ന് നമുക്ക് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അങ്ങനെ അത് കഴിഞ്ഞാൽ വാമനാവതാരത്തിൻ്റെ രൂപം കാണാം. പിന്നെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ ആ രൂപം കാണാം. അതേപോലെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ടു തൊഴാം. പിന്നെ അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ ആ ഒരു കാഴ്ച കാണാം. അവിടെയുണ്ട് ധാരാളം പൂക്കൾ. ഇങ്ങനെ ലക്ഷ്മി ദേവിക്കൊക്കെ വലിയ മാലയൊക്കെ വെച്ചിട്ടുണ്ട്. അതേമാതിരി ബ്രഹ്മാവിൻ്റെ അവിടെ മാല വെച്ചിട്ടുണ്ട്. മഹാവിഷ്ണുവിനുണ്ട്. എല്ലാവർക്കും മാലകൾ ധാരാളമാണ്. സുഭിക്ഷമായിട്ടാണ് മാലകൾ. അപ്പോൾ നന്നായിട്ടുണ്ട്. അതേപോലെ മുകളിൽ ഇങ്ങനെ വിധാനമായിട്ട് തുളസിമാലകളും താമരമാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ലക്ഷ്മി വിളക്കിൽ ധാരാളം നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് തിരി ഇങ്ങനെ കത്തി നിൽക്കണം. വളരെ പ്രകാശമുള്ള അന്തരീക്ഷം. മഴകളുണ്ടെങ്കിൽ കൂടി അതിൻ്റെ ഒന്നും ആ ഒരു ഇവിടെ പ്രകാശത്തെ ബാധിക്കണില്ല. നന്നായിട്ടുള്ള കാഴ്ചയാണ്. അതിനുശേഷം നമ്മൾ പടിഞ്ഞാറെ ശ്രീലകത്തിൻ്റെ പുറകുവശത്ത് വന്നിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അങ്ങനെ നമസ്കരിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. എല്ലായിടത്തും മാലകളുണ്ട് കേട്ടോ. ഒന്ന് തുളസി മാലകൾ ഇങ്ങനെ നിറച്ചുണ്ട്. ധാരാളം തുളസി പൂവ് കിട്ടിയിട്ടുണ്ടുണ്ട്. വാര്യന്മാരൊക്കെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. അതോ ഇനി ഭക്തരാണോ ചാർത്തിയെന്നറിയില്ല. അങ്ങനെ അതൊക്കെ കണ്ട് കൃഷ്ണനും അതേമാതിരി തുളസിയുണ്ട്. അതേപോലെ വെളുത്ത പൂവിൻ്റെ ആ മാലയുണ്ട്, താമരമാലയുണ്ട്. പിന്നെ മുരുകൻ്റെ അവിടെ വന്നു. മുരുകൻ്റെ അവിടെ കണ്ടു. പിന്നെ ഹനുമാൻ സ്വാമീനെ കണ്ടു തൊഴുക. അവിടെ കുറച്ച് കുങ്കുമം മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു തുളസിമാല, തുളസിയല്ല,
വെറ്റിലമാലനെയാണ് ഒന്ന് ചാർത്തിയിട്ടുണ്ട്, ചെറുതാണ്. അപ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചോളൂ എല്ലാവരും. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമീനെയും കണ്ട് തൊഴുതു, പ്രാർത്ഥിച്ചു. ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് ഇനി നേരെ നമ്മൾ ആ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുക. അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അവിടെ നിന്നൊന്നും പെട്ടെന്ന് മാറാനൊന്നും പറയില്ല, അതുകൊണ്ട് സമാധാനമായിട്ട് നിന്ന് പ്രാർത്ഥിക്കാം. അഥവാ കുളി കഴിഞ്ഞിട്ട് നമ്പൂതിരിമാർ വരുമ്പോഴുള്ള ആ വഴി മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ, ബാക്കിയൊന്നും വേറെ പ്രശ്നമില്ല. പിന്നെ നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മുടെ താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് കിഴക്ക് വശത്തേക്ക് വരുമ്പോൾ മണിക്കിണർ നോക്കി തൊഴാം. ആ ഗ്രില്ലിനപ്പുറത്തേക്ക് ഇങ്ങനെ കിടന്നാൽ ആ റൂമിലേക്ക് നോക്കിയാൽ നൃത്തറയിൽ നോക്കിയാൽ കിടാവിളക്ക് കത്തി നിൽക്കണു. അപ്പോൾ നമ്മുടെ പൊന്നുണ്ണി അവിടെ നൃത്തം ചെയ്യുന്നതായിട്ട്, ഉണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് നോക്കുക. അപ്പോൾ ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം നമ്മൾ നേരെ കുറൂരമ്മേനെയും നാരദരെയും കൃഷ്ണനാട്ടത്തിൻ്റെ രൂപവും അതേപോലെ വസുദേവര കൃഷ്ണനൊക്കെ ആയിട്ടുള്ളതൊക്കെ കണ്ട് തൊഴുത് നേരെ വടക്കേ നടയിലൂടെ പുറത്ത് വരാം. പുറത്ത് വന്നിട്ട് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. ഒക്കെ വാങ്ങിയിട്ട് തൊടാം. അങ്ങനെ നമ്മൾ എടത്തരികത്തുകാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഭഗവതിയുടെ അവിടെ നല്ല രസമായിട്ടുള്ള അലങ്കാരമാണ്. വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടേ സുഖമായിട്ട് നിന്ന് തൊഴാം. അല്ലെങ്കിൽ എല്ലായിടത്തും നിൽക്കാനൊന്നും പറ്റില്ലല്ലോ, ഒക്കെ വേഗം വേഗം നീങ്ങണ്ടേ. ഇതൊക്കെ മനസ്സ് അറിഞ്ഞ് തൊഴാട്ടോ. എല്ലാവർക്കും നല്ല സുഖമായിട്ടുള്ള ദർശനമാണ്. അങ്ങനെ ഭഗവതിയുടെ അടുത്ത് വന്നിട്ട് കാണുന്ന കാഴ്ച എന്താ വെച്ചാലേ, ആ ചെറിയ മുഖമായിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് കളഭം കൊണ്ട്, ചന്ദനം കൊണ്ട്. പിന്നെ ധാരാളം തെച്ചി കൊണ്ടുള്ള അലങ്കാരമുണ്ട് ധാരാളം. പിന്നെ പുറകുവശത്തായിട്ട് ഇങ്ങനെ വീതിയിൽ പട്ട് വിരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചുവന്ന പട്ടാണ് ഉടുപ്പിച്ചിട്ടുള്ളത് ഭഗവതിക്ക്. പിന്നെ നല്ല കണ്ണെഴുതിയിട്ടൊക്കെ പൊട്ട് തൊട്ട് നല്ല സുന്ദരിയായിട്ടോ അമ്മ കാത്തിരിക്കുന്ന മക്കളേനെ. അപ്പോൾ എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നേരെ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ കാണാം. മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക. എന്നിട്ട് മനസ്സിൽ മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം കിട്ടിയ ആ ഒരു പ്രതീതിയാവും. അതിനുശേഷം നമ്മളിങ്ങനെ വരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടേക്ക് നോക്കാം. അങ്ങനെ ആൾരൂപ വഴിപാടിൻ്റെ അവിടെയൊക്കെ വന്ന് ആൾരൂപത്തിൻ്റെ അവിടെ എന്തെങ്കിലും വഴിപാടൊക്കെ ചെയ്യാണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. അതിനുശേഷം നേരെ വന്ന് മഞ്ചാടി കുന്നിക്കുരുവൊക്കെ വാരിയ അതൊക്കെ കഴിഞ്ഞ് കൂത്തമ്പലത്തിൻ്റെ കൊടിമരത്തിൻ്റെ അവിടെ വരിക. കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് നമുക്ക് ശ്രീലകത്തേക്ക്, ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒരിക്കൽ കൂടി നോക്കിയാൽ ആ മുട്ടുകുത്തി നിൽക്കുന്ന വെണ്ണ വാരി കഴിക്കുന്ന പൊന്നുണ്ണിയെ ഒന്നുകൂടി കാണാം. ആ വെണ്ണ ഇങ്ങനെ ഒഴുകി പോണ മാതിരിയാണ്, ഓരോ തുള്ളായിട്ട് ഇങ്ങനെ താഴത്തേക്ക് ചാടി ഒറ്റിട്ട് വീഴുന്ന മാതിരിയുള്ള ആ ഒരു കാഴ്ചയൊക്കെയാണ്. വയലിങ്ങനെ നിറച്ച് വെണ്ണ വെച്ചിട്ട് പകുന്നിങ്ങനെ ചാടി വരില്ലേ, ആ ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. നല്ല രസമാണ്. അത് ദൂരെ നിന്ന് തന്നെ നോക്കിയാൽ കാണാം. ഇന്നലെ അത് ഇന്നും അത് നല്ല രസമായിട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് പ്രാർത്ഥിക്കുക, അതൊക്കെ നമസ്കരിക്കാം. പിന്നെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നാൽ അവിടെയും വന്ന് തൊഴാം. കിടാവിളക്കുണ്ട്. ആ രാവിലെ വേദപാരായണമൊക്കെ നടത്തുന്ന ഏറ്റവും പ്രധാനം തന്നെയാണ്. ഭജന ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ അവിടെ വന്നിട്ട് കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് ഇരുന്നിട്ട് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട്, അവിടെ ഇരിക്കാം. അപ്പോൾ അതൊക്കെ നല്ല സൗകര്യത്തോടു കൂടി തന്നെയാണ് അവിടെ തൊഴുത് പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമിനെയും കണ്ട് പ്രാർത്ഥിക്കാം.
ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ സ്തുഭ്യം നമോ നമ. ഭൂതനാഥനെ കണ്ട് തൊഴുത് പ്രദക്ഷിണമായിട്ട് വന്ന് അങ്ങനെ നമ്മൾ പടിഞ്ഞാറ നടയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ദീപസ്തംഭം കാണാം. ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ ഒന്ന് കുറച്ചും കൂടി പുറകോട്ട് ഇറങ്ങി നിന്നാൽ കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഗരുഡധ്വജനെ കാണാം. അങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറ് നടയിലൂടെ പുറത്തേക്ക് വരിക. പിന്നീട് രുദ്രതീർത്ഥത്തെ പ്രദർശനം ചെയ്യാനായിട്ട് നമുക്കിങ്ങനെ പോരാം. അങ്ങനെ വരുമ്പോൾ അന്നലക്ഷ്മി ഹാളിൻ്റെ അധീനങ്ങനെ വരിക. അങ്ങനെ നാരായണാലയത്തിൻ്റെ അവിടെ വരുമ്പോൾ അവിടെ നിന്ന് കുറച്ച് ആളുകൾ കൂടുതൽ ഭക്തരിരുന്ന് നാമം ചൊല്ലുന്നത് കാണാറുണ്ട്. ബാക്കിയൊന്നും തിരക്കില്ല, എന്നാലും അത്രയ്ക്ക് തിരക്കൊന്നുമില്ല. അപ്പോൾ അവിടെ നമുക്കും പോയി നിന്ന് ആ പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹം, നാരായണ വിഗ്രഹം, കൃഷ്ണ വിഗ്രഹം കണ്ട് തൊഴാം. അതിന് ശേഷം നേരെ ഇങ്ങനെ വരുമ്പോൾ പ്രദക്ഷിണമായിട്ട് വരാം. അപ്പോൾ ഊണ് കഴിക്കാനുള്ള ആൾക്കാരെ തിരക്കിങ്ങനെ ഉണ്ട്, അതിനൊക്കെയുള്ള തിരക്കുണ്ട് കേട്ടോ. മുകളിലേക്ക് കുറച്ചേ കയറിയിട്ടുള്ളൂ, ആ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ. അങ്ങനെ നമ്മൾ തൊഴുതിങ്ങനെ വരുന്നത് ഭഗവതിയുടെ നടയിൽ വന്നാൽ ഒന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് നമ്മൾ ആ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നാൽ ഒന്നുകൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ ആ പ്രകാശം ഇങ്ങനെ കാണാം. അങ്ങനെ അവിടെ നിന്ന് ഒന്നുകൂടി പ്രാർത്ഥിക്കാം. പിന്നീട് നമ്മൾ തെക്കേ നടയിലേക്ക് വന്ന് തെക്കേ നടയിലുള്ള കൂവളത്തിന് ഒന്ന് പ്രദക്ഷിണം ചെയ്യുകയാണ്. അവിടെ വന്ന് പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ മഹാദേവനെയും ശ്രീ പാർവതി ദേവീനെയൊക്കെ കണ്ട് പ്രാർത്ഥിക്കുന്ന ആ ഒരവസ്ഥ, അവരുടെ അനുഗ്രഹം കൂടി നമുക്ക് ലഭിക്കും. അങ്ങനെ ഇന്നത്തെ ഉച്ചപൂജയും കണ്ടു, കളഭാലങ്കാരം കണ്ടു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. ഇനിയിപ്പോൾ തിങ്കളാഴ്ച മുതൽ ഉദയാസ്തമന പൂജ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും അതിനൊക്കെ തയ്യാറായിട്ട് വന്നോളൂ കേട്ടോ. തിരക്ക് ആവും, തിരക്കില്ലാത്ത സമയമാണ്, പക്ഷേ ഉദയാസ്തമന പൂജയുടെ തിരക്കുണ്ടാവുകൊണ്ട് തിരക്കാവും. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കടാക്ഷം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ.